എന്താ സിദ്ധു ഇത്? ഇവനിത് എന്ത് ഭാവിച്ച? എന്താ ഇവന്? പ്രഭ പ്ലീസ്. എന്താടാ ഇത്? നന്ദ, ഒന്നും ചെയ്യാത്ത ദേവിയെ ശിക്ഷിച്ചാലേ അമ്മയ്ക്ക് സമാധാനാവൂ. സിദ്ധു എന്താ മോനെ ഇനി മടിയിലെടുത്തു വെച്ച് കൊഞ്ചിക്കാൻ പോകണോ? ഇവൻ വീണ്ടും വീണ്ടും അവളെ രക്ഷിക്കാൻ നോക്കുന്നത് കണ്ടില്ലേ? ഒരു കുറ്റം ചെയ്യാത്ത ആളെ രക്ഷിക്കുക തന്നെ ചെയ്യും. സിദ്ധു, ഇവ പറയുന്നത് കേട്ടോ, അവള് കുറ്റം ചെയ്തിട്ടില്ലെന്ന്. പിന്നെ ആരായി കൃത്യം ചെയ്തേ? ദേവികയും മാധവനും എവിടെ? അതിനുത്തരം എന്താ? പ്രഭ ഒന്ന് നിർത്ത്. തന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പോലീസാ പറയേണ്ടത്. ആരും ഓരോ നിഗമനങ്ങളിൽ എത്തിച്ചേരണ്ട. ഒരു മരണം നമ്മളെ തലയ്ക്ക് മോനി നിൽക്കുക. അതിന്റെ ചടങ്ങുകൾ പോലും കഴിഞ്ഞിട്ടില്ല. അതിന്റെ പേരിൽ ഒരു തർക്കവും ബഹളമൊന്നും ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അതും മരിച്ചവരോട് കാണിക്കുന്ന അപരാധം. പക്ഷേ സിദ്ധു, വേണ്ട, ഇനി ഇക്കാര്യത്തിലുള്ള സംസാരം പാടില്ല. ഓ, ഈ ചന്ദ്രോത്ത് വീടിനെ അധോഗതിയിലാക്കിയ ആ കൊലപാതകി ദേവികയ്ക്കല്ല കുറ്റം, എനിക്കാണല്ലേ? ഈ വീടിനെ ഈ അവസ്ഥയിലാക്കിയത് ദേവിയല്ല, അമ്മയാ. എന്താടാ പറഞ്ഞത്? മീരയുടെ മരണത്തിന് കാരണം അമ്മയുടെ പകയും അഹങ്കാരം തന്നെയാ. നന്ദ, നിർത്താനല്ലേ പറഞ്ഞത്? ഈ വഴക്ക് തുടരാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും അറിയിപ്പോവും. മനുഷ്യന് പിടിച്ചു നിൽക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ക്ഷമ കെട്ട് ഞാൻ എന്തെങ്കിലും ചെയ്താൽ താങ്ങില്ല അമ്മയും മോനും. അച്ഛ, സോറി സോറി അച്ഛ, എനിക്ക് വയ്യ. എന്നെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവോ? നന്ദ, നീ അവസരത്തിൽ നിയന്ത്രണം വിട്ട് പ്രതികരിക്കാൻ പാടില്ല. അച്ഛ, ഞാൻ ബാക്കി കാര്യങ്ങളൊന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് എന്ത് വേണമെന്ന് ആലോചിക്കാം. അച്ഛ, എന്റെ മനസ്സെന്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്നില്ല. ഞാൻ കുറ്റങ്ങളൊക്കെ പോലീസുകാരോട് തുറന്നു പറയാൻ പോവാ. ഉണ്ടാതിരിടാ. നീ അച്ഛനെ ഒന്ന് മനസ്സിലാക്ക്, ഒന്ന് അനുസരിക്ക്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.